ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരികയാണ്. ഇസ്രായേൽ ബന്ധത്തിന്റെ പേരിൽ മൊസാദ് ബന്ധത്തിന്റെ സംശയത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ വധിച്ചത് 1000-ലധികം പേരെ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇറാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തുവിടുന്നത്. മൊസാദ് എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തെ എത്രത്തോളം ഭയപ്പെടുന്നു ഇറാൻ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ സെപ്റ്റംബർ മാസം 17-ന് ശേഷം 7 പേരെയാണ് മൊസാദുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തിന്റെ പേരിൽ ഇറാൻ ഭരണകൂടം പിടികൂടി തൂക്കിൽ കൊല്ലുകയോ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലുകയോ ചെയ്തത്. എത്രമാത്രം ഭയം ഇറാനെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആയത്തുള്ള അലി ഖമീനിയൊക്കെ ഭയന്ന് വിറളി പിടിച്ചിരിക്കുന്നു, സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷവും മൊസാദിന്റെ ഏജന്റുമാർ ആയത്തുള്ള അലി ഖമീനിയുടെ തല ചിതറിപ്പിക്കാമെന്നുള്ള ഭയമാണ് ഇപ്പോൾ ഇറാനെ ഗ്രസിച്ചിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമീനിയെ മാത്രമല്ല, മസൂദ് പെഷസ്കിയാൻ അടക്കം IRCGയുടെ തലവനടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഭയപ്പാടോടുകൂടിയാണ് കഴിയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇറാൻ ഭരണകൂടം മൊസാദുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ പിടികൂടി വധിച്ചത് 1000-ലധികം പേരെ. എന്തു ക്രൂരതയാണ് ഈ രാജ്യം നടത്തുന്നത്! എത്രമാത്രമേ ഭയപ്പെട്ടിരിക്കുന്നു മൊസാദിന്റെ ഏജന്റുമാർ. പക്ഷേ ഇതിൽ കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും മൊസാദിന്റെ ഏജന്റുമാരല്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു. മൊസാദിന്റെ ഏജന്റുമാരെ കണ്ടെത്താൻ ഇറാന് കഴിയുന്നില്ല. മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിലുടനീളമുണ്ട്, ഇറാന്റെ തെരുവുകളിലുണ്ട്, ഇറാന്റെ ഭരണത്തിലുണ്ട്, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിനുള്ളിലുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ ആയത്തുള്ള അലി ഖമേനിയുടെ അംഗരക്ഷകരിൽ പോലും മൊസാദിന്റെ ചാരന്മാരുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ കട്ടിലിനടിയിൽ ബോംബ് വയ്ക്കാൻ നിഷ്പ്രയാസം മൊസാദിന് സാധിക്കും. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇറാൻ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ മൊസാദുമായി ബന്ധമുണ്ടെന്ന പേരിൽ 6 പേരെയാണ് വധിച്ചത്. മെഹർ വാർത്താ ഏജൻസി നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 6 പേരെ ഹമാസ് 6 പേരെ മൊസാദ് ബന്ധത്തിന്റെ പേരിൽ കുഷ്താൻ എന്ന മേഖലയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇവരുടെ മേൽ ചാർത്തപ്പെടുത്ത കുറ്റം എന്നത് 4 IRCGയുടെ സൈനികരെ കൊലപ്പെടുത്തി, ഒരു സെക്യൂരിറ്റി പേഴ്സണെ കൊലപ്പെടുത്തി. അത് മാത്രവുമല്ല, ഇവർ ഖൊറാംഷാർ എന്ന പ്രദേശത്ത് വലിയ സ്ഫോടനത്തിന് ഇവർ പിന്തുണ നൽകി അല്ലെങ്കിൽ സഹായിച്ചു എന്നുള്ളതാണ് ഈ ആളുകൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ഭരണകൂടം ചുമത്തിയിരിക്കുന്ന കുറ്റം. അതിന്റെ പേരിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 6 പേരെ ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നുള്ള വിവരമാണ് മെഹർ വാർത്താ ഏജൻസി ഇപ്പോൾ പുറത്തുവിടുന്നത്. സെപ്റ്റംബർ 17-ന് പിന്നാലെ 8 പേരെ ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റിരുന്നു. ഇവർക്ക് മേൽ ചാർത്തപ്പെട്ട കുറ്റം എന്നുള്ളത് ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ പാടെ പരാജയപ്പെട്ടിരുന്നു. അന്ന് ഇറാന്റെ സൈനിക സംവിധാനങ്ങൾ പരാജയപ്പെടാൻ കാരണം 100 കണക്കിന് ഹമാസിന്റെ ഏജന്റുമാർ ഇറാനുള്ളിൽ കടക്കുകയും ഇറാന്റെ തന്ത്രപ്രധാനമായ ആയുധ കേന്ദ്രങ്ങളെയും ഇറാന്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളെയും ഇറാന്റെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകളെയും അത് സ്ട്രക്കാക്കി, അത് നിശബ്ദമാക്കി, അത് തകർത്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടി പറയാനോ ഒരു മിസൈൽ തിരിച്ചയക്കാനോ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ വ്യോമസേനയെ ചെറുക്കാനോ ഇറാന് കഴിഞ്ഞില്ല. ഇതിന്റെ കാരണം ഇതിന് തൊട്ട് മുൻപ് ഇറാനിലെത്തി ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ കടന്നു കയറിയ ഈ ചാരന്മാർ, മൊസാദിന്റെ ചാരന്മാർ, അവർ നടത്തിയ നീക്കമാണ് എന്നുള്ളത് പിന്നീട് ഇറാന് മനസ്സിലായി. ആ പേരിലാണ് 8 പേരെ പിടികൂടുകയും അവരെ സെപ്റ്റംബർ 17-ന് പിന്നാലെ ഇറാൻ ഭരണകൂടം വധിക്കുകയും ചെയ്തതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സെപ്റ്റംബർ 29-ന് മൊസാദുമായി ബന്ധമുണ്ടെന്ന പേരിൽ ഒരാളെ തൂക്കിലേറ്റി. അയാളുടെ പേര് ബഹ്മാൻ ചൂബിസാൽ എന്നായിരുന്നു. ഇയാൾ ഒരു മൊസാദ് ഏജന്റ് ആണെന്നാണ് ഇറാൻ ഭരണകൂടം പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോബിസാലിനെ വധിച്ചത് സെപ്റ്റംബർ മാസം 29-ന്. ഈ ചോബിസാൽ എന്ന വ്യക്തി ഇറാനിൽ വെച്ച് മൊസാദിന്റെ നിരവധി ഏജന്റുമാരുമായി ബന്ധപ്പെട്ടുവെന്നും നിരവധി ഏജന്റുമാർക്ക് പല നിർണായകമായ രഹസ്യങ്ങൾ കൈമാറിയെന്നുമാണ് ഇറാൻ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട ടെലികോം മേഖലയുമായി ബന്ധപ്പെട്ടാണ് ചോബിസാൽ പ്രവർത്തിച്ചിരുന്നത്. ടെലികോം മേഖലയുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ, ഏതൊക്കെ മേഖലകളിലേക്ക് ടെലികോം സംവിധാനങ്ങൾ പോകുന്നു, ടെലികോം വഴിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തി മൊസാദിന്റെ ഏജന്റുമാർക്ക് ഇയാൾ നൽകിയിട്ടുണ്ട്. ഇയാൾ ഇറാനിൽ വെച്ച് തന്നെ മൊസാദിന്റെ ഏജന്റുമാരെ
നിരവധി തവണ കണ്ടു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ ചോബിസാലിനെ ഇറാൻ ഭരണകൂടം സെപ്റ്റംബർ മാസം 21 വധിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇറാനിനുള്ളിൽ തന്നെ ടെഹ്റാനുള്ളിൽ തന്നെ മൊസാദിന്റെ ഏജന്റുമാർ ഉണ്ട് എന്ന് ഇറാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് മൊസാദ് ബന്ധത്തിന്റെ പേരിൽ ബാബാക് ഷബാസി എന്നൊരു വ്യക്തിയെ സെപ്റ്റംബർ മാസം 17-ാം തീയതി ഇറാൻ ഭരണകൂടം വധിച്ചു എന്നാണ്. ഈ ബാബാക് ഷബാസി ഏത് മേഖലയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ബാബാക് ഷഹബാസിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന കുറ്റം എന്നുള്ളത് ഇറാനിലെ നിർണായകമായ പല വിവരങ്ങളും മൊസാദിന്റെ ഏജന്റുമാർക്ക് കൈമാറി, ഇറാനിലെ തന്ത്രപ്രധാനമായ പല മേഖലകളിലെ വിവരങ്ങൾ മൊസാദ് ഏജന്റുമാർ കൈമാറി എന്നുള്ളതാണ് ബാബാക് ഷഹബാസിക്കെതിരെ ഉയർത്തിയിരിക്കുന്ന കുറ്റം. ബാബാക് ഷഹബാസി ഈ ന്യൂക്ലിയർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ മേഖലയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഈ ബാബാക് ഷഹബാസി മൊസാദിന്റെ ഏജന്റുമാർ കൈമാറി എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ആരോപിക്കുന്ന കുറ്റം. ഇത് 1, 2, 3, 4 പേരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഇറാനിയൻ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1000-ലധികം പേരെ മൊസാദുമായി ബന്ധമുണ്ടെന്ന പേരിൽ ഇറാൻ ഭരണകൂടം തൂക്കിലേറ്റുകയോ അല്ലെങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുകയോ ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇറാനുള്ളിൽ ടെഹ്റാനുള്ളിൽ ഇപ്പോഴും നൂറുകണക്കിന് ആയിരക്കണക്കിന് മൊസാദിന്റെ ഏജന്റുമാരുണ്ട്. ഇറാൻ ഭരണകൂടത്തിനെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തും. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞത്, ജൂൺ മാസത്തിലെ ഇറാൻ അല്ല ഇപ്പോഴുള്ള ഇറാൻ, ജൂൺ മാസത്തിലെ ഇറാനേക്കാൾ 10 മടങ്ങ് ആയുധ ശേഷിയുണ്ട്, 10 മടങ്ങ് ആക്രമണ ശേഷിയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ആക്രമിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാകില്ല. ഈ പടുകിളവൻ ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കും. ഈ പടുകിളവന്റെ യുദ്ധക്കൊതി അത് ഇറാൻ എന്ന രാജ്യത്തിനെ മുച്ചൂടും മുടിപ്പിക്കും, അത് യാതൊരു സംശയവുമില്ല. കാരണം വെറുതെ ഇരിക്കുന്ന ഇസ്രായേലിനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നു, ഇസ്രായേലിനോട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്, ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ തീർത്ത് കളയാമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇറാന്റെ ഒരു ആക്രമണത്തിന് ഒരു മറുപടി നൽകാൻ ഈ ഇറാന് കഴിഞ്ഞിട്ടില്ല. 1 അല്ല 2 അല്ല എത്ര തവണയാണ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ മണിക്കൂറുകൾ നിന്ന് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലേക്ക് പൊട്ടാസ് വീഴ്ത്തിക്കുന്നത് പോലെ ബോംബുകൾ വർഷിച്ചു. ടെഹ്റാന്റെ സായുധ കേന്ദ്രങ്ങൾ, ടെഹ്റാന്റെ ആയുധശാലകൾ, ടെഹ്റാന്റെ ആയുധ പരീക്ഷണ കേന്ദ്രങ്ങൾ, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ എല്ലാം തന്നെ ഛന്ന ഭിന്നമായി. ഒടുവിൽ ഈ പറയുന്ന മൊസാദിന്റെ ഏജന്റുമാർ ആയത്തുള്ള അലി ഖമീനിയെ ഗൺ പോയിന്റിൽ നിർത്തി എന്ന് പറയുമ്പോൾ ഈ പടുകിളവനെയും കൊണ്ട് പാതാളത്തിന് സമാനമായ ഏതോ ബങ്കറിൽ പോയി ഒളിക്കുകയാണ്. എന്നിട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. പുറത്തു വന്ന ഉടൻ തന്നെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തും, എന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കും, എന്നിട്ട് വീണ്ടും പാതാളത്തിൽ പോയി ഒളിക്കും. ഇറാൻ അയക്കുന്ന മിസൈലുകൾ പാവം ഈ ഇറാന്റെ ജനതയ്ക്കുമുള്ളായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടുകിളവനെ അവിടുത്തെ ജനത വെറുത്തിരിക്കുന്നു. എന്തായാലും ഈ അടുത്ത മൊസാദിന്റെ ലക്ഷ്യം ആയത്തുള്ള അലി ഖമീനി തന്നെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം, ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ഏറ്റവും വലിയ പര്യായം, 1 വർഷത്തിനിടെ മൊസാദ് ബന്ധം ആരോപിച്ച് ഇറാൻ തൂക്കിലേറ്റിയത് 1000 പേരെ.